സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ പരിശീലകൻ സാവി ഹെർണാണ്ടസ് ക്ലബ് വിടാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ബുധനാഴ്ച ക്ലബ് മാനേജ്മെന്റുമായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് സാവിയുടെ തീരുമാനം. ക്ലബ് പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ടയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. സാവി അടുത്ത സീസണിലും ടീമിനൊപ്പം ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ക്ലബ് വൈസ് പ്രസിഡന്റ് റാഫ യുസ്തെ മാധ്യമങ്ങളോട് പറഞ്ഞു. ബാഴ്സ മറ്റൊരു പരിശീലകനുമായും യാതൊരു ചർച്ചകളും നടത്തിയിട്ടില്ലെന്നും യുസ്തെ വ്യക്തമാക്കി. ജനുവരിയിൽ സ്വന്തം മൈതാനത്ത് വിയാറലിനോട് തോറ്റതിന് പിന്നാലെയാണ് സാവി താൻ ഈ സീസണോടെ ക്ലബ് വിടുമെന്ന് പ്രഖ്യാപിച്ചത്. അടുത്ത സീസൺ അവസാനം വരെ കരാർ ബാക്കിയുള്ളപ്പോഴായിരുന്നു സാവിയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം. സാവി രാജി തീരുമാനം പിൻവലിച്ചതോടെ സത്യത്തിൽ കോളടിച്ചത് ബാഴ്സയിലെ യുവതാരങ്ങൾക്കാണ്. കാരണം സാവി പരിശീലകനായതിനു ശേഷം 15 ലാമസിയ താരങ്ങളെയാണ് സാവി ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ കളിപ്പിച്ചത്. യുവതാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം നൽകിയ പരിശീലകനായ സാവിക്ക് കീഴിൽ ലാമിൻ യമാൽ ഉൾപ്പെടെയുള്ളവർ ആഗോള ശ്രദ്ധ നേടുകയും ചെയ്തു. സാവിയുടെ തന്ത്രങ്ങൾ പലപ്പോഴും വിമർശനത്തിന് കാരണമായെങ്കിലും യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിനെ എല്ലാവരും പ്രശംസിച്ചു. ലാമിൻ യമാൽ, പൗ കുബാർസി, ഫെർമിൻ ലോപ്പസ് എന്നിവരാണ് ലാമസിയയിൽ നിന്നെത്തി ബാഴ്സ സ്ക്വാഡിലെ സ്ഥിര സാന്നിധ്യമായ താരങ്ങൾ. ഗാവി പെഡ്രി എന്നിവർക്ക് കൂടുതൽ അവസരം നൽകിയതും സാവി തന്നെയായിരുന്നു. സാവി അടുത്ത സീസണിലും പരിശീലകനായി തുടരുമെന്ന പ്രഖ്യാപനം ബാഴ്സയുടെ ഫസ്റ്റ് ടീമിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ യുവതാരങ്ങൾക്കും അവസരം തേടുന്ന ലാമാസിയയിലെ യുവപ്രതിഭകൾക്കും ഒരുപോലെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.